കുണ്ടറ നിയമസഭാ മണ്ഡലത്തിന്റെ വികസന തുടർച്ച ലക്ഷ്യമിട്ടാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം.എൽ.എയുമായ പി.എസ്. വിഷ്ണുനാഥിന്റെ പ്രചാരണം. വിദ്യാഭ്യാസ മേഖലയിലും നഗരവികസനത്തിലും തൊഴിലാളി ക്ഷേമത്തിനും കഴിഞ്ഞ 5 വർഷം വിഷ്ണുനാഥ് നടത്തിയ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാർക്കും മറക്കാൻ കഴിയാത്തതാണ്. വിളംബരത്തിന്റെ നാടായ കുണ്ടറയിൽ യു.ഡി.എഫ് പ്രവർത്തനം മുൻപന്തിയിലാണ്. PC എന്ന 2 അക്ഷരം. കുണ്ടറക്കാരുടെ പ്രിയപ്പെട്ട വിഷ്ണുനാഥ്. കുണ്ടറയുടെ എക്കാലത്തെയും ആവശ്യമായിരുന്ന മേൽപ്പാലം എന്ന സ്വപ്നം കടലാസിലായിരുന്നുവെങ്കിൽ ഇക്കാലയളവിൽ സ്ഥലമേറ്റെടുക്കൽ യാഥാർത്ഥ്യമായി. 43 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഭൂരിപക്ഷം കശുവണ്ടി ഫാക്ടറികളും കുണ്ടറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കശുവണ്ടി വ്യവസായത്തിന്റെ പുനരുദ്ധാരണത്തിന് നിയമസഭയിൽ നിരന്തരം ശബ്ദമുയർത്തുന്ന MLA കൂടിയായിരുന്നു വിഷ്ണു. ഇത്തവണ യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ കശുവണ്ടി മേഖലയ്ക്ക് പ്രഥമ പരിഗണനയുണ്ടാകുമെന്നാണ് MLAയുടെ വാഗ്ദാനം. ഇടുങ്ങിയൊതുങ്ങിയ കണ്ണനല്ലൂർ ജംഗ്ഷന്റെ വികസനവും പ്രധാന നേട്ടങ്ങളിലൊന്നാണ്. 32 കോടിയാണ് നഷ്ടപരിഹാരം നൽകിയത്. നെടുമ്പനക്കാരുടെ പതിറ്റാണ്ട് നീണ്ട ആവശ്യമായിരുന്ന ഇളവൂർ പാലം യാഥാർത്ഥ്യമായി. കണ്ണല്ലൂർ പോലീസ് സ്റ്റേഷന് സ്വന്തമായി സ്ഥലവും പുതിയ കെട്ടിടവും യാഥാർത്ഥ്യമാകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ MLA എന്ന നിലയിൽ നടപ്പാക്കിയ കണക്ട് കുണ്ടറ എന്ന പദ്ധതി രാഷ്ട്രീയത്തിനതീതമായി അംഗീകരിക്കപ്പെട്ടുവെന്ന് PC വിഷ്ണുനാഥ് പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ പഠിക്കാനുള്ള അവസരം ഒരുക്കുന്ന കണക്ട് കുണ്ടറ നമ്മൾ കൊണ്ടുവന്നു. ഇവിടെ കരിയർ കണക്ട് 8ാം ക്ലാസ് മുതൽ കുട്ടികളെ കരിയർ അവയർനെസ് ഉണ്ടാക്കുന്ന പദ്ധതി കൊണ്ടുവന്നു. ഇന്ന് കുണ്ടറയിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജാണ്. ഇത്ര കാലത്തെ ആവശ്യമാണ് കുണ്ടറയിൽ ഒരു മേൽപ്പാലം വരിക എന്നുള്ളത്. ആ മേൽപ്പാലം യാഥാർത്ഥ്യമാവുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇനി പൂർത്തിയാക്കേണ്ടത്, പൂരിപ്പിക്കേണ്ടത് എല്ലാം പൂരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കുണ്ടറയുടെ കുടിവെള്ള പ്രതിസന്ധിക്ക് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്നാണ് വാഗ്ദാനം. ഒപ്പം തന്നെ കുണ്ടറ ടെക്നോ പാർക്കിൽ കൂടുതൽ കമ്പനികൾ എത്തിക്കാൻ ശ്രമം നടത്തും. PC വിഷ്ണുനാഥ് വിജയിച്ച് മന്ത്രിയായിട്ട് തന്നെ വരികയും അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ റെയിൽവേ മേൽപ്പാലം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിലേക്ക് സഞ്ചാരയോഗ്യമാക്കി മുന്നോട്ട് പോകും. ഒരു പ്രതിപക്ഷ MLA ആയിട്ട് പോലും എല്ലാ മേഖലകളിലും സജീവമായിട്ട് നിന്നൊരു MLA ആണ്. MLA 100% വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ, പുതിയ മാതൃകകൾ കുണ്ടറയിൽ നടപ്പാക്കിക്കൊണ്ടാണ് ഏറെ ബഹുമാനായ UDF സ്ഥാനാർത്ഥി ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ഇവിടെ വോട്ട് തേടുന്നത്. വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയും കുണ്ടറയെ സംബന്ധിച്ചില്ല എല്ലാവർക്കും. ഇങ്ങനെ നിരവധി സ്വപ്ന പദ്ധതികളാണ് മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് PC വിഷ്ണുനാഥ് പറയുന്നു. ന്യൂസ് മലയാളം, കൊല്ലം.